നമസ്കാരം. എല്ലാ പ്രിയ +2 പഠിതാക്കളെയും എക്കണോമിക്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് 2025 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +2 തുല്യത എക്കണോമിക്സിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അതിപ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു ക്ലാസ്സാണ്. എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ചോദ്യത്തിലേക്ക് പോകാം. അൽപാദീശത്തെ കമ്പോളം എന്നാൽ എന്താണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്? ഒളിഗോപ്പൊളി അഥവാ അൽപാദീശത്തെ കമ്പോളം എന്നാൽ എന്ത്? ചോദ്യം അൽപാദീശത്തെ കമ്പോളം അഥവാ ഒളിഗോപോളി, രണ്ടുപേരും പഠിച്ചിരിക്കണം. അൽപാദീശത്തെ കമ്പോളം അഥവാ ഒളിഗോപോളി എന്നാൽ എന്തെന്നാണ് പഠിക്കുന്നത്. കുറച്ച് വിൽപ്പനക്കാരുടെ കമ്പോളത്തെയാണ് അൽപാദീശത്തെ കമ്പോളം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അൽപാദീശത്തെ കമ്പോളം. ചോദ്യം അൽപാദീശത്തെ കമ്പോളം, പേരിൽ തന്നെ ഉണ്ട്. അൽപാദീശത്തെ കമ്പോളം എന്നാൽ എന്ത്? അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് പേരായിട്ട് ചോദിക്കാം ഒളിഗോപ്പൊളി. കുറച്ച് വിൽപ്പനക്കാരുടെ കമ്പോളം എന്നറിയപ്പെടുന്നതാണ് അൽപാദീശത്തെ കമ്പോളം. കുറച്ച് വിൽപ്പനക്കാരുടെ കമ്പോളം എന്നറിയപ്പെടുന്ന ആണ് അൽപാദീശത്തെ കമ്പോളം. കുറച്ച് വിൽപ്പനക്കാരുടെ കമ്പോളമാണ് അൽപാദീശത്തെ കമ്പോളം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുറച്ച് വിൽപ്പനക്കാരുടെ മാത്രം കമ്പോളം, കുറച്ച് വിൽപ്പനക്കാരുടെ കമ്പോളമാണ് അൽപാദീശത്തെ കമ്പോളം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് നമ്മൾ ഒളിഗോപ്പൊളി എന്ന് പറയും. ഒളിഗോപ്പൊളി അതായത് കുറച്ച് വിൽപ്പനക്കാരുടെ കമ്പോളമാണ് എന്ത്? അൽപാദീശത്തെ കമ്പോളം അഥവാ ഒളിഗോപ്പൊളി. രണ്ടാമത്തെ ചോദ്യം, വിലപരിധി എന്നാൽ എന്താണ്? വിലപരിധി എന്നാൽ എന്താണ്? ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധന സേവനങ്ങളുടെ മേൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വിലയാണ് വിലപരിധി എന്ന് വിളിക്കുന്നത്. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധന സേവനങ്ങളുടെ മേൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വിലയാണ് വിലപരിധി എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യം. വിലപരിധി എന്നാൽ എന്ത്? 2 മാർക്കിനൊക്കെ ചോദിക്കാം. വിലപരിധി എന്നാൽ എന്താണ്? ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധന സേവനങ്ങളുടെ മേൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വിലയാണ് വിലപരിധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധന സേവനങ്ങളുടെ മേൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വിലയാണ് വിലപരിധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 2 ചോദ്യം ഇവിടെ പറഞ്ഞു. എന്താണ് അൽപാദീശത്തെ കമ്പോളം, എന്താണ് വിലപരിധി എന്നത് പഠിച്ചല്ലോ. കുറച്ച് വിൽപ്പനക്കാരുടെ കമ്പോളമാണ് അൽപാദീശത്തെ കമ്പോളം അഥവാ ഒളിഗോപ്പൊളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധന സേവനങ്ങളുടെ മേൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വിലയാണ് വിലപരിധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധന സേവനങ്ങളുടെ മേൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വിലയാണ് വിലപരിധി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ 2 ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. ആവർത്തിച്ച് കേട്ട് പഠിക്കുക. ആദ്യത്തെ ചോദ്യം അൽപാദീശത്തെ കമ്പോളം, രണ്ടാമത്തെ ചോദ്യം വിലപരിധി എന്നാൽ എന്താണ്? ഇത് നമ്മുടെ 2025 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന എക്കണോമിക്സ് പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 മേഖലകൾ ഏതാ? ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 മേഖലകൾ ഏതുക എന്ന് ചോദ്യം. ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 മേഖലകളുടെ പേര് എഴുതാൻ വേണ്ടി ചോദിക്കാം. കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, വിദേശ മേഖല. കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, വിദേശ മേഖല എന്നിവയാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 മേഖലകൾ. ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 മേഖലകൾ എഴുതുക. കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, വിദേശ മേഖല. കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, വിദേശ മേഖല. കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, വിദേശ മേഖല. ഒരു സമ്പദ് വ്യവസ്ഥയുടെ 4 മേഖലകൾ. ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 മേഖലകൾ ഏവാ എന്നാണ് ചോദ്യം. ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 മേഖലകളുടെ പേര് ഏതാനും ചോദിക്കും. കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, വിദേശ മേഖല. കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, വിദേശ മേഖലയാണ്. കുസ്തഗവി. നമുക്ക് എല്ലാത്തിൻ്റെയും ആദ്യത്തെ അക്ഷരം വെച്ച് നമുക്ക് കോഡ് ഉണ്ടാക്കാം. കുസ്തഗവി. കുടുംബത്തിൻ്റെ കു മനസ്സിലാക്കുന്നു. സ്ഥാപനത്തിൻ്റെ സ്ഥായും ഗവൺമെൻറ് ഗ അക്ഷരവും വിദേശ മേഖലയുടെ വി അക്ഷരവും. അങ്ങനെ കുസ്തഗവി. കുസ്തഗവിയാണ് എന്ത്? സമ്പദ് വ്യവസ്ഥയിലെ 4 മേഖലകൾ. ഒരു സമ്പദ് വ്യവസ്ഥ 4 മേഖലകളുടെ പേരെന്തൊക്കെയാണ്? കുസ്തഗവി. കോഡ് മനസ്സിലാക്കൂ. കുസ്തഗവി. കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, വിദേശ മേഖല.
കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, വിദേശ മേഖല. ഇവയാണെന്ത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 മേഖലകളുടെ പേര്. കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, വിദേശ മേഖല. കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, വിദേശ മേഖല എന്നിവയാണെന്ത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 മേഖലകൾ. ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 മേഖലകൾ പഠിച്ചല്ലോ. കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, വിദേശ മേഖല. കുടുംബം, സ്ഥാപനം, ഗവൺമെൻറ്, വിദേശ മേഖല. അടുത്തൊരു ചോദ്യം, ഡിമാൻഡ് നിയമം എന്നാൽ എന്താണ്? ചോദ്യം, ഡിമാൻഡ് നിയമം എന്നാൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ വിലയും അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് ഡിമാൻഡ് നിയമം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ വിലയും അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത് ഡിമാൻഡ് നിയമം അല്ലെങ്കിൽ ചോദന നിയമം. ഒരു വസ്തുവിൻ്റെ വിലയും അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് ഡിമാൻഡ് നിയമം അഥവാ ചോദന നിയമം എന്ന് പറയുന്നത്. ഡിമാൻഡ് നിയമം അഥവാ ചോദന നിയമം ഡിമാൻഡ് നിയമമാണ് പഠിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ വിലയും അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് ഡിമാൻഡ് നിയമം അഥവാ ചോദന നിയമം എന്ന് വിളിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ വിലയും അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് ഡിമാൻഡ് നിയമം അഥവാ ചോദന നിയമം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് നിയമം പഠിച്ചു. ലേറ്റസ്റ്റ് പഠിച്ച ചോദ്യത്തിന് എന്താണ്? ഡിമാൻഡ് നിയമം അഥവാ ചോദന നിയമം. ഒരു വസ്തുവിൻ്റെ വിലയും അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് ഡിമാൻഡ് നിയമം അഥവാ ചോദന നിയമം എന്ന് പറയുന്നത്. അതായത് വില കൂടുമ്പോൾ അളവ് കുറയും. ഓപ്പോസിറ്റാണ്. വില കൂടുമ്പോൾ അളവ് കുറയും, എന്നാൽ അളവ് കൂടുമ്പോൾ വില കുറയും. അങ്ങനെ അത് മനസ്സിലാക്കി ഒരു ഓപ്പോസിറ്റ് ആയി മനസ്സിലാക്കി പഠിക്കുക. വില കൂടുകയാണെങ്കിൽ അളവ് കുറയും, അളവ് കുറയുകയാണെങ്കിൽ വില കൂടും. അങ്ങനെ മനസ്സിലാക്കുക. വില കൂടുകയാണെങ്കിൽ അളവ് എന്ത് ചെയ്യും? കുറയും. ഇനി അളവ് കൂടുകയാണെങ്കിൽ വില കുറയും. അപ്പോൾ വില കൂടുകയും അളവ് കുറയുകയും വില കൂടുകയും ചെയ്യുന്ന എന്താണ്? ആ നിയമമാണ് എന്ത്? ഡിമാൻഡ് നിയമം അഥവാ ചോദന നിയമം. മനസ്സിലായല്ലോ? ഒരു വസ്തുവിൻ്റെ വിലയും അളവും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് ഡിമാൻഡ് നിയമം അഥവാ ചോദന നിയമം എന്ന് വിളിക്കുന്നത്. ഈ ഡിമാൻഡ് നിയമം അനുസരിച്ച് വില കൂടുമ്പോൾ അളവ് കുറയുകയും അളവ് കുറയുമ്പോൾ വില കൂടുകയും ചെയ്യുന്നു. ഡിമാൻഡ് നിയമം അനുസരിച്ച് വില കൂടുമ്പോൾ അളവ് കുറയുകയും അളവ് കുറയുമ്പോൾ വില കൂടുകയും ചെയ്യുന്നു. വില കൂടുമ്പോൾ അളവ് കുറയും, എന്നാൽ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നത്? വില കുറയും. ഓപ്പോസിറ്റ് ആയിരിക്കും മനസ്സിലാക്കി പഠിക്കാം. വില കൂടുമ്പോൾ അളവ് കുറയും, അളവ് കൂടുമ്പോൾ വില കുറയും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. വില കൂടുമ്പോൾ അളവ് കുറയുകയും അളവാണ് കൂടുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നത്? വില കുറയുകയും ചെയ്യും. ഇതാണ് എന്ത്? ചോദന നിയമത്തിൻ്റെ ഒരു പ്രത്യേകത അഥവാ ചോദന നിയമം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് നിയമം. അപ്പോൾ ഡിമാൻഡ് നിയമം പഠിച്ചു. അടുത്ത ചോദ്യം, പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ പ്രത്യേകതകൾ ചോദിക്കാം. പൂർണ്ണ മത്സര കമ്പോളം ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ആവർത്തനമാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം. പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും. പൂർണ്ണ മത്സര കമ്പോളം എന്നാൽ എന്തെന്നോ അതിൻ്റെ സവിശേഷതകളൊക്കെ ചോദിക്കാം. അപ്പോൾ അതിന് സവിശേഷത പഠിച്ചാൽ എന്നാൽ എന്നൊക്കെ ഉത്തരം എഴുതാൻ പറ്റും. ചോദ്യം എന്താണ്? പൂർണ്ണ മത്സര കമ്പോളം. പൂർണ്ണ മത്സര കമ്പോളമാണ് ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ വിലയ്ക്ക് വിൽക്കുന്ന ധാരാളം വിൽപ്പനക്കാരും ഉപഭോക്താക്കളുമുള്ള കമ്പോളമാണ് പൂർണ്ണ മത്സര കമ്പോളം. ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ വിലയ്ക്ക് വിൽക്കുന്ന ധാരാളം വിൽപ്പനക്കാരും ഉപഭോക്താക്കളുമുള്ള കമ്പോളമാണ് പൂർണ്ണ മത്സര കമ്പോളം. മനസ്സിലാക്കി പഠിക്കുക. ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ വിലയ്ക്ക് വിൽക്കുന്ന ധാരാളം വിൽപ്പനക്കാർ, ധാരാളം ഉപഭോക്താക്കൾ പറഞ്ഞാൽ അറിയാമല്ലോ, സാധനം വാങ്ങുന്നവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ഉപഭോക്താവ്. അപ്പോൾ ധാരാളം വിൽപ്പനക്കാരും ഉണ്ടാവും, ധാരാളം ഉപഭോക്താക്കളും ഉണ്ടാവും. ഒരേപോലുള്ള ഉൽപ്പന്നം ഉണ്ടാവും, സാധനം ഒരേ വിലയാണ് ഉണ്ടാവും. ഒരേ വിലയ്ക്ക് വിൽക്കുന്ന ധാരാളം ഉൽപ്പന്നക്കാരും ഉപഭോക്താക്കളും അടങ്ങുന്നതാണ് എന്ത്? പൂർണ്ണ മത്സര കമ്പോളം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. എന്ത്? ഒരേ ഉൽപ്പന്നം, ഒരേ ഉൽപ്പന്നം, ഒരേ വില, ധാരാളം വിൽപ്പനക്കാർ, ധാരാളം ഉപഭോക്താക്കൾ. അപ്പോൾ 4 പ്രത്യേകതകൾ. അപ്പോൾ പ്രത്യേകതകളും എന്നാൽ എന്നൊക്കെ ഒരേ ഉത്തരമായിട്ട് എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ പറ്റുന്നതാണ്. ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ വിലയ്ക്ക് വിൽക്കുന്ന ധാരാളം വിൽപ്പനക്കാരും ഉപഭോക്താക്കൾ അടങ്ങുന്നതാണ് പൂർണ്ണ മത്സര കമ്പോളം. ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ വിലയ്ക്ക് വിൽക്കുന്ന ധാരാളം വിൽപ്പനക്കാരും ഉപഭോക്താക്കളും അടങ്ങുന്നതാണ്
പൂർണ്ണ മത്സര കമ്പോളം. അതിന് പ്രത്യേകത ചോദിച്ചാൽ ഒരുപോലുള്ള ഉൽപ്പന്നങ്ങൾ ഒരു പ്രത്യേകതയാണ്. ഒരേ വിലയ്ക്ക് വിൽക്കുക മറ്റു പ്രത്യേകതയാണ്. ധാരാളം വിൽപ്പനക്കാർ, ധാരാളം ഉപഭോക്താക്കൾ, ഇതൊക്കെ എന്താണ് പ്രത്യേകതകളായിട്ട് വരുന്നത്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചത്. പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ: ഒരേപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ വിലയ്ക്ക് വിൽക്കുന്ന ധാരാളം വിൽപ്പനക്കാരും ഉപഭോക്താക്കളും അടങ്ങുന്ന കമ്പോളമാണ് പൂർണ്ണ മത്സര കമ്പോളം. അടുത്തൊരു ചോദ്യം പണത്തിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പണത്തിൻ്റെ ധർമ്മങ്ങൾ എഴുതുക. പണത്തിൻ്റെ ധർമ്മങ്ങൾ. പണം എന്താണെന്ന് ഒരു കൈമാറ്റ മാധ്യമമാണ്. നമുക്കിങ്ങനെ കൈമാറി പോകാൻ പറ്റുന്ന ഉപയോഗിക്കുന്ന സാധനമാണത് പണം ഒരു കൈമാറ്റ മാധ്യമമാണ്. നമ്മൾ പഠിക്കുന്നത് പണത്തിൻ്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ. എന്താണ് പണത്തിൻ്റെ ധർമ്മങ്ങളിൽ വരുന്നതാണെന്ത്? പണം ഒരു കൈമാറ്റ മാധ്യമമാണ്. പണം ഒരു കൈമാറ്റ മാധ്യമമാണ്. പണം മൂല്യത്തിൻ്റെ അളവാണ്. മൂല്യത്തിൻ്റെ എന്താണ്? അളവാണെന്ത്? പണം മൂല്യത്തിൻ്റെ അളവാണെന്ത്? പണം. അടുത്തത് ഒരു മൂല്യശേഖരമായിട്ട് നമ്മൾ പണം ഉപയോഗിക്കുന്നു. പണം എന്താണ്? മൂല്യശേഖരമായിട്ട് എന്ത് ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്നത്? പണം. അപ്പോൾ 3 പോയിന്റ് പഠിച്ചു. പണം ഒരു കൈമാറ്റ മാധ്യമമാണ്. പണം ഒരു കൈമാറ്റ മാധ്യമമാണ്. പണം മൂല്യത്തിൻ്റെ അളവാണ്. പണം മൂല്യത്തിൻ്റെ അളവാണ്. പണം മൂല്യശേഖരമാണ്. നമുക്ക് വരും നാളിലേക്ക് കരുതി വെക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു ശേഖരമാണ് എന്ത്? പണം. ആ പറഞ്ഞിരിക്കുന്നത് പണം മൂല്യശേഖരമാണ്. പണം മൂല്യശേഖരമാണ്. അടുത്തത് പണം ഭാവിയിലെ ഒരു അടവിൻ്റെ മാനദണ്ഡമാണ്. പണം ഭാവിയിലെ അളവിൻ്റെ മാനദണ്ഡമായിട്ട് ഉപയോഗിക്കുന്നു. പണം എന്താണ്? ഭാവിയിലെ ഭാവിയിലെ അടവിൻ്റെ മാനദണ്ഡം. ഭാവിയിലെ അടവിൻ്റെ മാനദണ്ഡമായിട്ട് ഉപയോഗിക്കുന്നു? പണം ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 5 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ട് പരീക്ഷയ്ക്ക് വരാറുണ്ട്. ചോദ്യം എങ്ങനെയാണ്? പണത്തിൻ്റെ ധർമ്മങ്ങൾ എഴുതുക. പണത്തിൻ്റെ 4 ധർമ്മങ്ങൾ എഴുതാനൊക്കെ സ്പെസിഫൈ ചോദിക്കാം. പണത്തിൻ്റെ 4 ധർമ്മങ്ങൾ: പണം ഒരു കൈമാറ്റ മാധ്യമമാണ്. പണം ഒരു മൂല്യത്തിൻ്റെ അളവാണ്. പണം എന്താണ്? മൂല്യശേഖരം. പിന്നെ പണം ഭാവിയിലെ അടവിൻ്റെ മാനദണ്ഡമാണ്. പണം ഭാവിയിലെ അടവിൻ്റെ മാനദണ്ഡമാണെന്ത്? പണം. അപ്പോൾ ഈ പണത്തിൻ്റെ ധർമ്മങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. പണത്തിൻ്റെ ധർമ്മങ്ങൾ മനസ്സിലായല്ലോ. പണം ഒരു കൈമാറ്റ മാധ്യമമാണ്. പണം മൂല്യത്തിൻ്റെ അളവാണ്. പണം മൂല്യശേഖരമാണ്. പണം ഭാവിയിലെ അടവിൻ്റെ ഒരു മാനദണ്ഡമാണ്. പണം ഭാവിയിലെ അടവിൻ്റെ ഒരു മാനദണ്ഡമാണ്. അടുത്തൊരു ചോദ്യം: ഡിമാൻഡ് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്നോ അല്ലെങ്കിൽ ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ചോദനം പഠിക്കുമ്പോൾ ഡിമാൻഡ് എന്ന് മനസ്സിലാക്കണം. രണ്ടിൻ്റെ ഒരേ സാധനം വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിക്കുന്നുള്ളത്. ചോദനം എന്ന് പറഞ്ഞാൽ ഡിമാൻഡാണ്, മലയാള വേർഷനാണ്. അപ്പോൾ ചോദനത്തിൻ്റെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ അഥവാ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ: വസ്തുവിൻ്റെ വില, ബന്ധപ്പെട്ട വസ്തുവിൻ്റെ വില, ഉപഭോക്താവിൻ്റെ വരുമാനം, അഭിപ്രായശീലങ്ങൾ. ഇങ്ങനെ 4 നിർണ്ണയിക്കുന്ന ഘടകങ്ങളുണ്ട്. ചോദനത്തിൻ്റെ അല്ലെങ്കിൽ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന 4 ഘടകങ്ങൾ. അങ്ങനെ തന്നെ ചോദ്യം വരിക. ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന 4 ഘടകങ്ങൾ ഏതൊക്കെയാണ്? വസ്തുവിൻ്റെ വില, ബന്ധപ്പെട്ട വസ്തുവിൻ്റെ വില, ഉപഭോക്താവിൻ്റെ വരുമാനം, അഭിരുചിയും ശീലങ്ങളും. ഇതെന്താണ്? ഒരു 4മതായിട്ട് ഒരു ഡിമാൻഡിൻ്റെ ഘടകങ്ങൾ, അല്ലെങ്കിൽ ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ടോപ്പിക് എന്താണ്? ചോദനം അഥവാ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിൻ്റെ വില, ബന്ധപ്പെട്ട വസ്തുവിൻ്റെ വില, ഉപഭോക്താവിൻ്റെ വരുമാനം, അഭിരുചിയും ശീലങ്ങളും. ഇതൊക്കെയാണ് ചോദനത്തിൻ്റെ അല്ലെങ്കിൽ ഡിമാൻഡിൻ്റെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഡിമാൻഡ് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് ചോദ്യം. അപ്പോൾ ഉത്തരം മനസ്സിലായല്ലോ. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലൂടെ നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യം:
സ്റ്റോക്ക് എന്നാൽ എന്ത്, ഫ്ലോസ് എന്നാൽ എന്താണ്? സ്റ്റോക്കും ഫ്ലോസും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് പഠിക്കുന്നത്. സ്റ്റോക്ക് എന്താണ്? ശേഖരവും അതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശേഖരവും പ്രവാഹവും എന്തെന്ന് ഇതാൻ വേണ്ടി ചോദിക്കുക, അല്ലെങ്കിൽ ശേഖരവും പ്രവാഹവും താരതമ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കാം. പ്രവാഹം ശേഖരം. അതിന് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ശേഖരത്തിന് നമ്മൾ പറയുക സ്റ്റോക്കാണ്. ഫ്ലോസും പ്രവാഹത്തിൻ്റെ ഫ്ലോസ്. അപ്പോൾ സ്റ്റോക്കും ഫ്ലോസും എന്താണെന്ന് ഇതാണ്ട് ചോദിക്കും. സ്റ്റോക്കും ഫ്ലോസും ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ കഴിയുന്നതാണെന്ത്? സ്റ്റോക്ക്. ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ പറ്റുന്നതാണെന്ത്? സ്റ്റോക്ക്. സമയബിന്ദു, ഒരു ടൈം പീരീഡ് ഉണ്ട്. ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ കഴിയുന്ന വസ്തുവാണെന്ത്, അല്ലെങ്കിൽ ആണെന്ത്? ശേഖരം, സമ്പത്ത്. ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ കഴിയുന്ന സമ്പത്താണ് സ്റ്റോക്ക് അഥവാ ശേഖരം. ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ കഴിയുന്ന സമ്പത്താണ് എന്ത്? സ്റ്റോക്ക് അഥവാ ശേഖരം. നിശ്ചിത സമയബിന്ദു. ഇനി അടുത്ത് പറയുമ്പോൾ എന്താണ്? പ്രവാഹം. ഫ്ലോസ് പറയുമ്പോൾ എന്താണ്? ഫ്ലോസ് ആണ് പ്രവാഹം. ഒരു നിശ്ചിത കാലയളവിൽ അളക്കുന്നതാണ് എന്ത്? ഫ്ലോസ് അഥവാ പ്രവാഹം. അപ്പോൾ ഒന്ന് കാലയളവും ഒന്ന് സമയബിന്ദുവാണ്. സമയബിന്ദു ആകുമ്പോൾ സ്റ്റോക്കാണ്, ശേഖരം. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ശേഖരത്തിലാണ് വരുന്നത്, സമയബിന്ദു. സ്റ്റോക്ക് അഥവാ ശേഖരം സമയബിന്ദുവിൽ അളക്കുന്നത്. എന്നാൽ ഫ്ലോസ് അഥവാ പ്രവാഹം എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത കാലയളവിൽ അളക്കുന്നതാണ് എന്ത്? ഫ്ലോസ് അഥവാ പ്രവാഹം. നമ്മൾ പഠിക്കുന്ന ചോദ്യം സ്റ്റോക്കും ഫ്ലോസും താരതമ്യം ചെയ്യാനാണ്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ. മലയാളത്തിൽ പറയുമ്പോൾ ശേഖരവും പ്രവാഹവും തമ്മിൽ താരതമ്യം ചെയ്യുക. ഒരു നിശ്ചിത സമയബിന്ദുവിൽ നിന്ന് അളക്കാൻ കഴിയുന്നതാണ് സ്റ്റോക്ക്. ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ കഴിയുന്നതാണ് സ്റ്റോക്ക് അഥവാ ശേഖരം. ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ കഴിയുന്നതാണ് എന്ത്? സ്റ്റോക്ക് അഥവാ ശേഖരം. എന്നാൽ ഒരു നിശ്ചിത കാലയളവിൽ, മറ്റേ സമയബിന്ദു ആണെങ്കിൽ ഇത് കാലയളവ്. ഏതാ കാലയളവ്? ഫ്ലോസ്. പ്രവാഹം എന്നുള്ള എന്താണത്? കാലയളവാണ്. ഒരു നിശ്ചിത കാലയളവിൽ അളക്കുന്നതാണ് എന്ത്? പ്രവാഹം അഥവാ ഫ്ലോസ്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പ്രധാനപ്പെട്ട 6 ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 2026 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +2 തുല്യതാ എക്കണോമിക്സ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ക്ലാസ്സോട് അവസാനിപ്പിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട ചോദ്യോത്തരവുമായി ഏറ്റവും നേരത്തെ നിങ്ങൾ അടുത്തെത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.